ഷിജു, ഒരു ട്രക്കുണ്ടെന്ന് സ്ഥിരീകരിക്കുന്നു. അത് അർജുൻ്റേതെന്ന് ഏതാണ്ട് സ്ഥിരീകരണം നമുക്ക് പറയാനാവും. കാരണം ഇപ്പോൾ ഉത്തര കന്നഡ SP-യുടെ ഒരു പ്രതികരണം കൂടി വരുന്നുണ്ട് ഷിജു. അപ്പോൾ 9 ദിവസമായി ഈ സംഭവത്തിൽ രക്ഷാദൗത്യം തുടങ്ങിയിട്ട് അതിലേറെയായി ഒരു വലിയ സമൂഹത്തിന്റെ കാത്തിരിപ്പിനുള്ള ഉത്തരം വരികയാണ്. അർജുന്റെ ട്രക്ക് നദിക്കടിയിലുണ്ട് എന്നുള്ളത് അത് വളരെ നിർണായകമായ വിവരമാണ് ഷിജു. ഇനി അറിയേണ്ടത് ഈ ദൗത്യം എത്രത്തോളം താഴെയാണ് ഈ ട്രക്കുള്ളത്, ഈ ദൗത്യത്തിന് അവിടെയുള്ള സംവിധാനങ്ങൾ പര്യാപ്തമാണോ, മുന്നോട്ടെങ്ങനെ എന്നതൊക്കെ സംബന്ധിച്ചാണല്ലേ ഷിജു? വളരെ 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 വലിയ പ്രതീക്ഷ നൽകുന്നു. അതെല്ലാവരും സമ്മതിക്കുകയാണ്. ഇപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കാത്തിരുന്നതാണ് ഈ ട്രക്കിന്റെ സാന്നിധ്യം ഈ പുഴയിൽ. അതായത് കരയിൽ ആദ്യഘട്ടത്തിൽ തെരച്ചിൽ നടത്തി ആദ്യ 3 ദിവസം, അതായത് തെരച്ചിൽ തുടങ്ങിയത് 3-ാം ദിവസമാണ്. അതിനുശേഷമുള്ള 6-ാം ദിവസമാകുമ്പോഴേക്കും തന്നെ പ്രതീക്ഷ ആസനത്തായി പോയിരുന്നു. കാരണം കരയിൽ അങ്ങനെ ഒരു ട്രക്ക് ഉണ്ടെങ്കിൽ, ഇത്ര വലിയൊരു ട്രക്ക് ഉണ്ടെങ്കിൽ ആ തെരച്ചിലിൽ കാണാൻ കഴിയുമായിരുന്നു. അത് തന്നെയാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അതുകൊണ്ട് പ്രാഥമികമായി പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർ പറഞ്ഞത് പുഴയിലേക്ക് ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ, ബന്ധുക്കളുടെ എല്ലാം ആവശ്യപ്രകാരം ശിരൂർ മലയുടെ ഭാഗത്തോട് ചേർന്ന മുഴുവൻ മണ്ണും നീക്കം ചെയ്ത ശേഷമാണ് വീണ്ടും പുഴയിലേക്കുള്ള തെരച്ചിൽ ആരംഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ നാവികസേന റഡാർ അടക്കം ഉപയോഗിച്ച് പരിശോധന നടത്തി. അതിൽ ചില സ്ഥലങ്ങളിൽ സിഗ്നൽ ലഭിച്ചു, പക്ഷേ അതിൽ പ്രതീക്ഷയുണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ലഭിച്ച സിഗ്നൽ അത് 40 അടി അകലെയുള്ള സിഗ്നലാണ്. അത് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന സിഗ്നൽ എന്ന് അവർ ഇന്നലെ പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ അത് ഔദ്യോഗികമായി സർക്കാർ തന്നെ പറയുകയാണ്. ഒരു ട്രക്ക് കണ്ടെത്തി, എന്തെങ്കിലും തരത്തിൽ ഒരു ലോഹവസ്തുവിന്റെ സാന്നിധ്യം എന്നല്ല, ഒരു ട്രക്ക് കണ്ടെത്തി എന്ന് തന്നെയാണ് ഇപ്പോൾ മന്ത്രി പറയുന്നത്. അതുകൊണ്ട് അത് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കണം. കാരണം ഷിജു, ജില്ലാ പോലീസ് മേധാവി അത് അർജുന്റെ ട്രക്ക് തന്നെ എന്ന് പറയുമ്പോൾ ഇനി ഒരൊറ്റ ലക്ഷ്യം മാത്രം, നദിക്കടിയിൽ നിന്ന് അതെങ്ങനെ പുറത്തെടുക്കും, അതിലേക്കുള്ള നീക്കങ്ങൾ അല്ലേ? തീർച്ചയായും നമ്മളെല്ലാം കാത്തിരിക്കുന്നതാണ്. എന്തായാലും വലിയ ദിവസങ്ങളോളം കാത്തിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ അർജുൻ എന്ന നമ്മൾ കാത്തിരിക്കുന്ന മലയാളിയുടെ ആ ട്രക്ക് കണ്ടെത്തണം എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരുപാട് നേരം ഈ പരിശോധന നടത്തി ഒന്നും കണ്ടെത്താതെ വരുമ്പോൾ അതിന്റെ ഒരു നിരാശയും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഉണ്ട്, ആ കുടുംബത്തിനുമുണ്ട്. പക്ഷെ അപ്പോഴും അവർ പ്രതീക്ഷ വെച്ചിരുന്നത് പുതിയ പുതിയ സാങ്കേതിക വിദ്യ സർക്കാർ അതുപോലെ വിവിധ തരത്തിലുള്ള വിവിധ സേനകളെല്ലാം എത്തിച്ച് പരിശോധന നടത്തുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അവർക്ക് ആ പ്രതീക്ഷ അവർ ഇന്ന് രാവിലെ അടക്കം പങ്കുവച്ചിരുന്നു. പക്ഷേ അത് ഒന്നും അസ്ഥാനത്താകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഈ നദിയിൽ, അതായത് ശിരൂർ മലയുടെ തൊട്ട് ചേർന്ന് കരയോട് ചേർന്ന ഭാഗത്താണ് ഇപ്പോൾ ഇത്തരം ഒരു സിഗ്നൽ കണ്ടെത്തി എന്ന് പറയുന്നത്. അതൊരു ട്രക്ക് തന്നെയെന്ന് സംസ്ഥാന റവന്യൂ മന്ത്രിയും SP ഈ തെരച്ചിലിന് പൂർണ്ണമായി നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം കൂടി പറയുന്നു അത് അർജുന്റെ ട്രക്കാണ് എന്ന് പറയുമ്പോൾ ഇനി അക്കാര്യത്തിൽ നമുക്ക് സംശയവും ആശങ്കകളും മറ്റൊന്നും അഭ്യൂഹമാണെന്ന തെറ്റിദ്ധാരണകളൊന്നും വേണ്ട. ഒരു പക്ഷേ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഇത് വളരെ എളുപ്പം ഏതെങ്കിലും തരത്തിൽ ആ കണ്ടെത്തിയ വസ്തു പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. വലിയ ആഴമുള്ള വലിയ തോതിൽ മണ്ണ് അടിഞ്ഞുകൂടിയ ഒരു പുഴയാണ്. കുത്തി ഒഴുകി പോവുകയാണ്. നമുക്ക് നമ്മുടെ മുന്നിൽ ആ കാഴ്ചയുണ്ട്. ഒരു തരത്തിൽ ഒരു മനുഷ്യർ ആ പരിസരത്തേക്ക് പോലും പോകാൻ കഴിയാത്ത വിധം ശക്തമായി ഒഴുകുന്ന ഒരു പുഴയാണ്. അത്തരം ഒരു പുഴയിൽ ഒരു ട്രക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഇറങ്ങിച്ചെന്ന് 20 അടി താഴ്ചയിൽ നിന്ന് ഈ കുത്തി ഒഴുകി പോകുന്ന പുഴയിൽ നിന്ന് അത് പുറത്തേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നതും വളരെ ശ്രമകരമായ ജോലിയാണ്. അതുകൊണ്ട് ഒരു പക്ഷേ അതിന് മണിക്കൂറുകൾ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. എന്തായാലും വളരെ പ്രതീക്ഷയുള്ള ഒരു നിർദ്ദേശവും അല്ലെങ്കിൽ ഒരു സന്ദേശം അധികൃതരുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ പ്രതീക്ഷയോടെ കാത്തിരിക്കണം. കാരണം 9 ദിവസമായി കഴിഞ്ഞിരിക്കുന്നു. അർജുൻ അടക്കമുള്ള കാണാതായവർക്കുള്ള തെരച്ചിൽ അർജുൻ എന്നൊരു വ്യക്തി മാത്രമല്ല, കർണാടക സ്വദേശിയും തമിഴ്നാട് സ്വദേശിയും അടക്കമുള്ള മറ്റുള്ള ആളുകളെ കണ്ടെത്താനുണ്ടായിരുന്നു. എന്തായാലും എല്ലാവർക്കും വേണ്ടിയുള്ള തെരച്ചിലാണ് എല്ലാ ഭാഗത്തും നടക്കുന്നത്. നമ്മൾ അർജുന്റെ കാര്യത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയല്ല. പക്ഷെ അർജുൻ ഒരു കേരള മനസാക്ഷിയുടെ അവർക്ക് മുന്നിലേക്ക് ഒരു കുടുംബം ആകെ കാത്തിരിക്കുകയാണ്. അവരുടെ ഒരു കുടുംബം പോലെ കേരളം അർജുനെ കണ്ടെത്താനുള്ള ആ മിഷന്റെ ഭാഗമായി മനസ്സുകൊണ്ട് അവർ ചേരുകയാണ്. ശരീരം കൊണ്ട് എല്ലാവർക്കും ഇത്തരം ഒരു വളരെ ദുഷ്കരമായ ഒരു ഭൂമിയിൽ വന്ന് രക്ഷാപ്രവർത്തനത്തിന് സഹായിക്കാൻ കഴിയില്ല. അതിന് അനുവാദവും ലഭിക്കില്ല. അത്തരം ഒരു സ്ഥലത്ത് മനസ്സുകൊണ്ടാണ് എല്ലാവരും ആ മിഷന്റെ ഭാഗമായി നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്നവർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു സന്ദേശം ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അതിന് നേതൃത്വം കൊടുക്കുന്ന SP-യുടെ ഭാഗത്തുനിന്ന് വരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് റവന്യൂ മന്ത്രി പറഞ്ഞത് ഒരു ട്രക്ക് എന്നാണ്. പക്ഷേ SP പറയുന്നു അത് അർജുന്റെ ട്രക്ക് തന്നെയാണെന്ന് പറയുമ്പോൾ അല്പസമയത്തിനകം അതിലൊരു നമുക്കൊരു വ്യക്തത ഉണ്ടാകുന്ന ഒരു കാഴ്ച ഈ ഗംഗാവലി കുത്തിയൊഴുകി പോകുന്ന ഗംഗാവലി പുഴയിൽ നിന്ന് അത് ഉയർന്നു വരും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക. ശരി ഷിജുലേക്ക് വരാം. പ്രധാനപ്പെട്ട വിവരമാണ് വരുന്നത്. ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായി 16-ാം തീയതി കാണാതായ അർജുന്റെ ട്രക്ക് ഗംഗാവലി നദിക്കടിയിലുണ്ടെന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഈ ഘട്ടത്തിൽ
പുറത്തു വരികയാണ്. ഇനി എല്ലാ ശ്രദ്ധയും ആ ട്രക്ക് പുറത്തെടുക്കുന്നതിനുള്ള ദൗത്യത്തിലേക്ക് തന്നെയാകും.